വൃന്ദാവനത്തിലെ പശുക്കൾ കിടാങ്ങൾക്ക് പാല് കൊടുക്കാൻ കാത്തിരുന്നു. ഗ്രാമവാസികൾ അവരുടെ ഐശ്വര്യത്തിനുള്ള കാരണം അറിഞ്ഞിരുന്നില്ല. സത്യം ഇതായിരുന്നു: ഓരോ വീട്ടിലും കൃഷ്ണൻ ഉണ്ടായിരുന്നു, ഓരോ തൊഴുത്തിലും ഉണ്ടായിരുന്നു, എല്ലായിടത്തിലും കൃഷ്ണൻ നിറഞ്ഞു നിന്നു. യശോദ, ഈയിടെയായി വൃന്ദാവനത്തിൽ സന്തോഷം കളിയാടുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് വളരെ ശരിയാണ് രാജൻ. പരാതികളൊന്നും ഇപ്പൊ കേൾക്കാറേയില്ല. മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം വളരെ സന്തോഷത്തോടെ കഴിയുന്നു. അതുപോലെ പശുക്കിടാങ്ങൾ. പശുവിൽ നിന്നും കിടാങ്ങളെ അകറ്റാൻ പാൽക്കാരൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. കിടാവിനോടുള്ള പശുവിന്റെ സ്നേഹം അധികമായിക്കൊണ്ടിരിക്കുന്നു. മക്കളെ കാണുമ്പോൾ സ്നേഹം കൊണ്ട് അമ്മമാരുടെ കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ എപ്പോഴും കാണുന്നുണ്ട് രാജൻ. കൃഷ്ണനെ കാണുമ്പോൾ എനിക്കുള്ള അതേ സ്നേഹം. കൃഷ്ണനെ കാണുമ്പോൾ എന്ത് മായയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുതന്നെയാണ് മറ്റുള്ള അമ്മമാർക്കും സംഭവിക്കുന്നത്. ശരിയാണ്, മായാജാലം. അത് തന്നെയാണ് വൃന്ദാവനത്തിനും സംഭവിച്ചിരിക്കുന്നത്. ഒരു മായാജാലം. ഓ കൃഷ്ണ, എനിക്കറിയാം ഇത് നീയാണെന്ന്. ഓ ഭഗവാനെ, ഞാനൊരു ധർമ്മസങ്കടത്തിലാണല്ലോ പെട്ടിരിക്കുന്നത്. ഞാൻ ഭൂമിയിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. വൃന്ദാവനത്തിലേക്ക് ചെന്ന് പശുക്കളെയും കൂട്ടുകാരെയും നഷ്ടപ്പെട്ട കൃഷ്ണൻ എന്താണ് ചെയ്യുന്നത് നോക്കട്ടെ. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? പശുക്കളും ബാലകരും മേഘങ്ങളിൽ കിടന്നുറങ്ങുകയല്ലേ? എല്ലാവരും സ്വപ്നലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് അവർ ഇവിടെ വന്നത്? കൃഷ്ണനോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണിത്? എങ്ങനെയാണ് എന്റെ ഭഗവാൻ വിഷ്ണു ഇവിടെ? ഞാനാണ് ബ്രഹ്മാവ്. പിന്നെ ഈ ബ്രഹ്മാവുകളെല്ലാം എവിടുന്ന് വന്നു? എന്താണ് സംഭവിക്കുന്നത്? ഓ എന്റെ ഭഗവാനെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓ എന്റെ ഭഗവാനെ, ഭഗവാനെ, എന്റെ ഭഗവാനെ, ഞാൻ തെറ്റ് ചെയ്തു പോയി. എനിക്ക് മാപ്പ് തന്നാലും ഭഗവാനെ. ചതുർമുഖ ബ്രഹ്മാവേ, സംശയം തീർക്കാനാണ് ഞാൻ വന്നത്. ഞാൻ വാക്ക് നൽകിയിരുന്നു. കഷ്ടം, താങ്കളെ പോലെ ശക്തിമാനായ ഒരാളും കൂടി മായ വലയിൽപ്പെട്ടിരിക്കുന്നു. താങ്കൾ സത്യം എന്താണെന്നത് മറന്നിരിക്കുന്നു. താങ്കൾ എന്റെ ഭക്തനാണെന്ന് എനിക്കറിയാം. താങ്കൾക്ക് എന്നോട് അസൂയയില്ലെന്നും അറിയാം. അതുകൊണ്ട് ഞാൻ ഈ നാടകമെല്ലാം കാണിച്ചത് താങ്കളെ സത്യം എന്താണെന്ന് അറിയിക്കാനാണ്. ബ്രഹ്മാവേ, ഞാൻ ഇവിടെ ബ്രഹ്മാവിന്റെ പല രൂപങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് താങ്കളെ കുറിച്ചുള്ള സത്യം എന്താണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ആയിരക്കണക്കിന് പ്രപഞ്ചങ്ങളിൽ താങ്കൾ ഒരേയൊരു ബ്രഹ്മാവ് മാത്രമാണ്. താങ്കളുടേതിനേക്കാൾ വലിയ പ്രപഞ്ചമുണ്ട്. താങ്കളെക്കാൾ വലിയ ബ്രഹ്മദേവന്മാരുമുണ്ട്. കാര്യങ്ങൾ താങ്കൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലുതാണ്, അതുപോലെ കുഴപ്പം നിറഞ്ഞതും. എന്റെ ഭഗവാനെ, ഞാൻ അങ്ങയുടെ മുന്നിൽ വെറും ഒരു കീടം മാത്രമാണ്. കീടം. അങ്ങയുടെ അറിവ് 1000 സൂര്യനേക്കാൾ വലുതാണ്. പക്ഷേ വൃന്ദാവനത്തിലെ അങ്ങയുടെ സാധാരണ മനുഷ്യരായ കൂട്ടുകാർ അങ്ങയുടെ മാസ്മരിക ശക്തിയിൽ അത്ഭുതപ്പെടാത്തത് എന്താണ്? ഒരു ഓമന ബാലകനായിട്ടാണ് അവർ അങ്ങയെ കാണുന്നത് ഭഗവാനെ. അവരുടെ സ്നേഹം പരിശുദ്ധവും ആത്മാർത്ഥവുമാണ്. ഞാൻ എന്തു തന്നെ ചെയ്താലും, ചെറുതായാലും വലുതായാലും, അവരെന്നെ അതിയായി സ്നേഹിക്കുന്നു. വെറും വേദങ്ങളും മന്ത്രോച്ചാരണങ്ങളും കൊണ്ട് മാത്രം എന്നെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. എന്നെ മനസ്സിലാക്കുവാനായി വെറും സ്നേഹവും ഭക്തിയും മാത്രം മതി. ഓ കൃഷ്ണ, ഈ പ്രപഞ്ചത്തിന്റെ നായക, ഓ ഭഗവാനെ, എന്റെ അറിവില്ലായ്മ ദയവായി പൊറുക്കണം. അങ്ങ് സ്വന്തം വിശ്വരൂപം എനിക്ക് കാണിച്ചു തന്നു. അങ്ങയുടെ ഈ കരുണ ഞാൻ ഒരിക്കലും മറക്കില്ല ഭഗവാനെ. പശുക്കളോടും കുട്ടികളോടുമൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഈ ബാലരൂപത്തെ എന്റെ മനസ്സിൽ നിന്നും ഞാൻ ഒരിക്കലും മറക്കാതെ സൂക്ഷിക്കുന്നതാണ്. ഞാൻ ലജ്ജിക്കുന്നു.